നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ചേലക്കര MP കെ രാധാകൃഷ്ണൻ ഇന്ന് EDക്ക് മുമ്പിൽ ഹാജരാകും. ഇത് മൂന്നാം തവണയാണ് കെ രാധാകൃഷ്ണനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED നോട്ടീസ് അയക്കുന്നത്. നേരത്തെ 2 തവണ നോട്ടീസ് അയച്ചെങ്കിലും MP ഹാജരായിരുന്നില്ല. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ED ആവശ്യപ്പെട്ട രേഖകൾ കഴിഞ്ഞ മാസം 17-ന് MP കൈമാറിയിരുന്നു. മുനമ്പം ഭൂമി വിഷയം ഇന്ന് വഖഫ് ട്രിബ്യൂണലിൽ. ഭൂമി വഖഫാക്കിയതിനെതിരെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് നൽകിയ ഹർജിയിൽ ഇന്ന് വാദം തുടങ്ങും. സംസ്ഥാന വഖഫ് ട്രിബ്യൂണലിന്റെ നടപടികൾക്കെതിരെ 2 ഹർജികളാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ സമർപ്പിച്ചത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന 2019-ലെ ഉത്തരവും വഖഫ് രജിസ്റ്ററിൽ സ്ഥലം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഫറൂഖ് കോളേജ് ഹർജി നൽകിയത്. വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി സിറാജുദ്ദീനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെയാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്തിയത്. യുവതി മരിച്ചത് പ്രസവശേഷം രക്തം വാർന്നെന്നും ചികിത്സ ലഭിച്ചെങ്കിൽ അസ്മ മരിക്കില്ലായിരുന്നുവെന്നും ഡോക്ടർമാർ. CPI സമ്മേളനങ്ങളിൽ മത്സരത്തിന് വിലക്ക്. ഔദ്യോഗിക പാനലിനെതിരെ മത്സരമുണ്ടെങ്കിൽ സമ്മേളനം സസ്പെൻഡ് ചെയ്യും. സംസ്ഥാന നേതൃത്വത്തിനെതിരായ അതൃപ്തി സമ്മേളനങ്ങളിൽ പ്രതിഫലിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതി സുഗാന്തിനായി കേരളത്തിനും പുറത്തും അന്വേഷണം നടക്കുന്നതായി DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ് വ്യക്തമാക്കി. സുഗാന്തിന്റെ മലപ്പുറത്തെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിരുന്നു. വീട്ടിൽ നിന്ന് സുഗാന്തിന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയവ ലഭിച്ചതായാണ് വിവരം. സുഗാന്തിന്റെ പെട്ടെന്നുള്ള പ്രകോപനമാണ് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നും DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് നൽകി കാലാവസ്ഥാ വകുപ്പ്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്ത 48 മണിക്കൂറിൽ ഈ ന്യൂനമർദ്ദം വടക്ക് ദിശയിൽ സഞ്ചരിക്കും. ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ ശക്തമാകുന്നത്. രാജ്യത്ത് പാചകവാതക വില വർദ്ധിച്ചു. പുതിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. സിലിണ്ടറിന് 50 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഉജ്ജ്വല, നോൺ ഉജ്ജ്വല വിഭാഗങ്ങളിലെ ഉപഭോക്താക്കൾക്ക് ഒരുപോലെ നിരക്ക് വർധന ബാധകമാകും. സബ്സിഡിയുള്ളതും ഇല്ലാത്തതുമായ ഉപഭോക്താക്കൾക്ക് LPG സിലിണ്ടറുകളുടെ വില 50 രൂപ വർദ്ധിപ്പിച്ചതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രഖ്യാപിച്ചു. രാജ്യത്ത് പെട്രോളിനും ഡീസലിനുമുള്ള എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ലിറ്ററിന് 2 രൂപയാണ് വർദ്ധിപ്പിച്ചത്. എന്നാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും ചില്ലറ വിൽപ്പന വിലയിൽ വർധനവുണ്ടാകില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. കേരള സർവകലാശാല പൂർണ്ണ സെനറ്റ് യോഗം ഇന്ന്. സർവകലാശാല നിയമപ്രകാരം വർഷത്തിൽ 3 യോഗങ്ങൾ നടക്കേണ്ടതിന് പകരമാണ് 2 വർഷത്തിന് ശേഷം സർവകലാശാല ആസ്ഥാനത്ത് ആദ്യമായി സാധാരണ യോഗം ചേരുന്നത്. 2021-22 വർഷത്തെ സർവകലാശാല ഓഡിറ്റ് റിപ്പോർട്ട് യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെനറ്റ് അംഗങ്ങളുടെ ചോദ്യോത്തര വേളയും നടക്കും. AICC സമ്മേളനത്തിന് ഇന്ന് അഹമ്മദാബാദിൽ തുടക്കം. വിശാല പ്രവർത്തക സമിതി യോഗം രാവിലെ 10-ന്. താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി DCCകൾക്ക് കരുത്താകുന്ന തീരുമാനങ്ങൾ AICC സമ്മേളനത്തിലുണ്ടാവുമെന്ന് നേതാക്കൾ. ലോക്സഭാ, നിയമസഭാ സ്ഥാനാർത്ഥികളെ DCC അധ്യക്ഷന്റെ അനുമതിയോടെ തീരുമാനിക്കും. വൈകിട്ട് സബർമതി ആശ്രമത്തിൽ പ്രാർത്ഥനാ യോഗം ചേരും. ഡൽഹിയിൽ ഉഷ്ണതരംഗം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ വരെ ഉഷ്ണനില തുടരും. പിന്നീട് താപനില സാധാരണ നിലയിലെത്തും. ഡൽഹിയിൽ അടുത്ത 2 ദിവസത്തേക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. തിങ്കളാഴ്ച താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തിയതോടെയാണ് അലർട്ട് പ്രഖ്യാപിച്ചത്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ഡൽഹിയിലുള്ളവരോട് മുൻകരുതലെടുക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
ഉത്തർപ്രദേശ് പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. സിവിൽ തർക്കങ്ങളെ ഗുരുതര വകുപ്പുകളുള്ള ക്രിമിനൽ കേസാക്കി മാറ്റും. യുപിയിൽ നിയമവാഴ്ച പൂർണ്ണമായി തകർന്നെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് കലയെയും സംസ്കാരത്തെയും തകർക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് കലാ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മ. ഇമ്രാൻ സിനിമയ്ക്കെതിരെയുള്ള കേന്ദ്ര സർക്കാർ നിലപാട് നവഫാസിസത്തിന്റെ ലക്ഷണമാണ്. ഇതിന്റെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണെന്നും കലാ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മ വ്യക്തമാക്കി. ആഗോള വിപണിയിലെ ഇടിവിന് പിന്നാലെ ചൈനയ്ക്കെതിരെ വീണ്ടും 50% തീരുവ പ്രഖ്യാപിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 34% തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചൈനയും US-നെതിരെ പകരച്ചുങ്കം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 50% തീരുവ കൂടി അധികം ചുമത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ചൈന പകരം ചുങ്കം പിൻവലിച്ചില്ലെങ്കിൽ ചൈനയ്ക്കെതിരെ മാർച്ച് ആദ്യവാരം ചുമത്തിയ 20% തീരുവ ഉൾപ്പെടെ 104% തീരുവയാണ് നൽകേണ്ടി വരിക. മുംബൈ ഭീകരാക്രമണ കേസിൽ കുറ്റാരോപിതനായ പാക് വംശജനായ കാനഡ പൗരൻ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നത് സ്റ്റേ ചെയ്യണമെന്ന അപേക്ഷ US സുപ്രീം കോടതി തള്ളി. കഴിഞ്ഞ മാസം ഇതേ കോടതി റാണയുടെ ഹർജി തള്ളിയിരുന്നു. പുതുക്കി നൽകിയ അപേക്ഷയാണ് ഇപ്പോൾ കോടതി നിരസിച്ചത്. ലോസ് ഏഞ്ചലസിലെ ജയിലിൽ കഴിയുന്ന റാണയെ വൈകാതെ ഇന്ത്യക്ക് കൈമാറും. പൊതുജീവിതത്തിൽ നിന്ന് പിന്മാറില്ലെന്ന സൂചനയുമായി US മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. കാലിഫോർണിയയിൽ നടന്ന ലീഡിംഗ് വിമൻ ഡിഫൻസ് ഉച്ചകോടിയിലാണ് കമല ഹാരിസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ട്രംപ് എല്ലാ രാജ്യങ്ങൾക്ക് മേലെയും പ്രതികാര തീരുവ ചുമത്തിയതിന് പിന്നാലെയാണ് കമല ഹാരിസിന്റെ പ്രസ്താവന. ഖാൻ യൂനിസിലെയും ദേർ അൽബലായിലെയും 2 ആശുപത്രികൾക്ക് സമീപമുള്ള ടെന്റുകളിൽ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 32 പേർ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിലെ അൽ നാസർ ആശുപത്രിക്ക് സമീപമുള്ള മാധ്യമപ്രവർത്തകർക്കായുള്ള ടെന്റാണ് ആക്രമണത്തിനിരയായത്. ഗാസയിലെ ബഫർ സോൺ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേൽ സേന കൂടുതൽ പ്രദേശവും പിടിച്ചെടുത്തു. 11 വർഷത്തിനിടയിൽ ശ്രീലങ്കൻ നാവികസേന 2870 മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തെന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകളിൽ. മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തത് 2015-നും 2025-നും ഇടയിൽ രാജ്യാന്തര അതിർത്തി ലംഘിച്ചതിനാൽ. 2024-ൽ മാത്രം 526 മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിരുന്നെന്നും കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ. ഹജ്ജ് തീർത്ഥാടനം അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവയുൾപ്പെടെ 14 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ നിയന്ത്രണം. ചില വിസകൾ നൽകുന്നത് സൗദി അറേബ്യ താൽക്കാലികമായി നിർത്തിവെച്ചു. ജൂൺ പകുതി വരെ ഉംറ, ബിസിനസ്, കുടുംബ സന്ദർശന വിസകൾക്കാണ് നിരോധനം. ഉംറ വിസ കൈവശമുള്ളവർക്ക് ഏപ്രിൽ 13 വരെ സൗദിയിൽ പ്രവേശിക്കും. UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് ഷെയ്ഖ് ഹംദാൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്ന ചർച്ചകൾ സന്ദർശനത്തിലുണ്ട്. ലോകത്തെ ശക്തമായ പാസ്പോർട്ടുകളുടെ നിരയിൽ ഒന്നാമതെത്തിയ ഐറിഷ് പാസ്പോർട്ട്. നൊമാഡ് പാസ്പോർട്ട് ഇന്ത്യ പുറത്തുവിട്ട ഏറ്റവും പുതിയ പട്ടിക പ്രകാരമാണ് അയർലൻഡ് പാസ്പോർട്ട് ഒന്നാമതെത്തിയത്. വിസ ഫ്രീ ട്രാവൽ, ടാക്സേഷൻ തുടങ്ങി വിവിധ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകൾ തിരഞ്ഞെടുത്തത്. കുവൈറ്റിലെ 6 ഗവർണറേറ്റുകളിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായി സജ്ജീകരിച്ച പ്രത്യേക വാഹനങ്ങൾ പുറത്തിറക്കി. ഡ്രൈവിംഗ് സ്കൂളുകൾ നൽകുന്ന മുമ്പ് ഉപയോഗിച്ച പഴയ വാഹനങ്ങൾക്ക് പകരമായാണ് പ്രത്യേക ടെസ്റ്റ് കാറുകൾ വരുന്നത്. ദുബായിയെ ദുബായ് ഐലൻഡുമായി ബന്ധിപ്പിക്കാൻ ദുബായ് ക്രീക്കിന് മുകളിലൂടെ 1.42 കിലോമീറ്റർ നീളത്തിൽ പാലം നിർമ്മിക്കുമെന്ന് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അധികൃതർ. പ്രദേശത്തെ ഗതാഗതം സുഗമമാക്കാനും പാലം സഹായിക്കും. 2 ദിശകളിലും 4 വരികളുള്ള പാലത്തിലൂടെ മണിക്കൂറിൽ 16,000 വാഹനങ്ങൾക്ക് കടന്നു പോകാനാണ്.
അജിത് നായകനായി എത്തുന്ന ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ കൂറ്റൻ കട്ടൗട്ട് തകർന്നു വീണ് അപകടം. റിലീസിനോടനുബന്ധിച്ച് തിരുനെൽവേലിയിലെ തിയേറ്ററിന് മുൻപിൽ സ്ഥാപിക്കാൻ ഒരുങ്ങിയ 285 അടിയുള്ള കട്ടൗട്ടാണ് തകർന്നു വീണത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വയനാട്ടിലെ ജനവാസ മേഖലയിൽ കരടി ഇറങ്ങുന്നത് തുടർക്കഥയാവുന്നു. പ്രദേശത്തെ കർഷകരടക്കം കരടി ഭീതിയിലാണ്. കരടി അടക്കമുള്ള വന്യമൃഗശല്യത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് കർഷകർ വ്യക്തമാക്കി. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പ്രദേശത്ത് കരടി ശല്യം വ്യാപിച്ചു വരികയാണെന്നും പ്രദേശവാസികൾ. ആലപ്പുഴ കൈനകരി പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. നീരൊഴുക്ക് നിലച്ച് തോടും മലിനമായതോടെ പ്രാഥമിക ആവശ്യത്തിന് ജലമില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. മേച്ചിലാത്രയിൽ പാലത്തിന്റെ നിർമ്മാണത്തിനായി ബണ്ട് നിർമ്മിച്ചതോടെയാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ജലമില്ലാതെ പ്രദേശവാസികൾ ദുരിതത്തിലായി. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലെപ്പോക്ക് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതായി പരാതി. കഞ്ചിയാർ പള്ളിക്കവലയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ റോഡരിക് കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായി മണ്ണ് മാറ്റി കുഴിയെടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഭാഗത്തെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കരാറുകാർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് കാരണമാണ്. ഇടുക്കി ആനച്ചാലിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർക്ക് പ്രാദേശിക ടാക്സി ഡ്രൈവർമാരുടെ മർദ്ദനമേറ്റതായി പരാതി. അക്രമത്തിൽ ഡ്രൈവർ മൂവാറ്റുപുഴ സ്വദേശി സ്വപ്നേഷിന്റെ പല്ലുകൾ ഒടിഞ്ഞു. വാഹനത്തിന്റെ ചില്ലുകളും സംഘം അടിച്ചു തകർന്നു. RP റോയൽറ്റി കമ്പനി എന്ന സ്ഥാപനത്തിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് സ്വപ്നേഷ്. പാലക്കാട് തൃത്താല പടിഞ്ഞാറങ്ങാടിയിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചു. ബസ് കണ്ടക്ടർ മിഥുനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. കണ്ടക്ടർക്ക് നേരെ സംഘം വധഭീഷണി ഉയർത്തിയതായും പരാതിയുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റ മിഥുനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് സർവീസ് നടത്തുന്ന ഓട്ടോ ഡ്രൈവറും സുഹൃത്തുക്കളുമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ബസ് ജീവനക്കാർ. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ലോകമലേശ്വരം സ്വദേശി ശ്രീതുവാണ് മരിച്ചത്. അവിവാഹിതയായ യുവതിയെ വീട്ടിലെ മുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. തൃക്കൂർ സ്വദേശിനി അന്ന ഏഞ്ചലാണ് മരിച്ചത്. BA എക്കണോമിക്സ് വിദ്യാർത്ഥിനിയായിരുന്നു. 3 ആഴ്ച മുൻപാണ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടിയത്. തൃശൂർ ഈസ്റ്റ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം ഇന്നോവ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയ അപകടം. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അപകടമുണ്ടായത്. വടക്കേ സ്റ്റാൻഡ് ഭാഗത്തു നിന്നും അശ്വിനി ജംഗ്ഷൻ ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം തെറ്റി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി നിൽക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. എറണാകുളത്ത് KSRTC ബസ്സിൽ കഞ്ചാവ് കടത്തിയ യുവതികൾ പോലീസ് പിടിയിൽ. ഒഡീഷ സ്വദേശികളായ സ്വർണലത, ഗീതാഞ്ജലി ബെഹ്റ എന്നിവരെയാണ് 7 കിലോ കഞ്ചാവുമായി പിടികൂടിയത്. പെരുമ്പാവൂർ ASPയുടെ പ്രത്യേക അന്വേഷണ സംഘവും കാലടി പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഒഡീഷയിൽ നിന്നും പ്രത്യേകം പൊതിഞ്ഞ് ബാഗിലാക്കിയാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവന്നത്. പ്രതികളെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം ചിന്നക്കടയിൽ ഹോട്ടൽ റെമീസിൽ തീപിടുത്തം. ഹോട്ടലിന്റെ ചിമ്മിനിയും അനുബന്ധ നിർമ്മിതികളും കത്തി നശിച്ചു. അടുക്കള ഭാഗത്തെ ഷീറ്റിട്ട മേൽക്കൂരയും കത്തി നശിച്ചു. ചാമക്കടയിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീയണച്ചു. 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കി. മഞ്ചേരിയിൽ SBI ATM തകർത്ത് മോഷണ ശ്രമം നടത്തിയ ആൾ കസ്റ്റഡിയിൽ. മഞ്ഞപ്പറ്റ സ്വദേശി ഫായിസിനെയാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. മലപ്പുറം വളാഞ്ചേരിയിലെ മൊബൈൽ ഷോപ്പിൽ മോഷണം. ബ്രദേഴ്സ് ഒപ്റ്റിക്കൽസ് ആൻഡ് മൊബൈൽ ഷോറൂമിലാണ് മോഷണം നടന്നത്. 3 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്മാർട്ട് ഫോണുകൾ, ഇയർബഡ്സ് തുടങ്ങിയവ നഷ്ടപ്പെട്ടു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തൃശൂർ കൊരട്ടിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചയാൾ റിമാൻഡിൽ. മാമ്പ്ര സ്വദേശി ജോഷിയെയാണ് റിമാൻഡ് ചെയ്തത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്.
തൃശൂർ ചേർപ്പിൽ കുപ്രസിദ്ധ ഗുണ്ടയും കൂട്ടാളികളുമായ 4 യുവാക്കളും റിമാൻഡിൽ. എളംതുരുത്തി സ്വദേശി അമിത് ശങ്കർ, കാട്ടൂർ മുനയം സ്വദേശികളായ ബാലു, അഭിജിത്ത്, പ്രബിൻ, കാനാട്ടുകര സ്വദേശി വിജിൽ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ നിരവധി കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് വ്യക്തമാക്കി. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. അതിവേഗ വാർത്ത തുടരുന്നു. മുനമ്പം ബീച്ച് റോഡിലെ ഹോം സ്റ്റേയിൽ നാർക്കോട്ടിക് സെൽ വിഭാഗവും മുനമ്പം പോലീസും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ 2.3 ഗ്രാം MDMA, 7 ഗ്രാം കഞ്ചാവ്, ഒരു സിഗരറ്റ് എന്നിവ പിടികൂടി. സംഭവത്തിൽ ഹോം സ്റ്റേ നടത്തിപ്പുകാരനായ തൃശൂർ പൊയ്യ സ്വദേശി വൈശാഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂരിൽ വയോധികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കുപ്രസിദ്ധ ഗുണ്ട റിമാൻഡിലായി. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും ഗുണ്ടയുമായ പെരിങ്ങോട്ടുകര സ്വദേശിയായ കൈക്കുരു എന്ന് വിളിക്കുന്ന രാകേഷാണ് അന്തിക്കാട് പോലീസിന്റെ പിടിയിലായത്. രാകേഷിന് അന്തിക്കാട്, ചേർപ്പ്, കയ്പമംഗലം തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിലായി 64 ക്രിമിനൽ കേസുകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. തൃശൂരിൽ സൈബർ തട്ടിപ്പിലൂടെ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പേരെ കൂടി റിമാൻഡ് ചെയ്തു. കോഴിക്കോട് സ്വദേശികളായ ജാസിർ, ഷക്കീൽ റഹ്മാൻ എന്നിവരാണ് പോലീസ് പിടിയിലായത്. വ്യാജ ഓൺലൈൻ ട്രേഡിംഗ് സൈറ്റ് നിർമ്മിച്ച് ചെട്ടിയാൽ സ്വദേശിയായ റിട്ടയർഡ് അധ്യാപകനിൽ നിന്ന് ഉയർന്ന ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ പണം തട്ടിയത്. തൃശൂരിൽ ഉത്സവാഘോഷ കമ്മിറ്റിക്കാരായ 2 പേരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 5 യുവാക്കൾ അറസ്റ്റിൽ. അശാരിമൂല സ്വദേശി ലിബിൻ, ശിവൻ, ഫ്ലെമിംഗ്, എറിക്, നെബിൽ എന്നിവരെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കല്ലേറ്റുങ്കര വടക്കുമുറി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന സംഘർഷത്തിലാണ് മുല്ലശ്ശേരി സ്വദേശി അജീഷ്, സുഹൃത്തായ രാജേഷ് എന്നിവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ 5 പേരെയും റിമാൻഡ് ചെയ്തു. കൊല്ലം ജില്ലാ കളക്ടറുടെ പേരിൽ വാട്സപ്പ് വഴി പണം തട്ടാൻ ശ്രമം നടന്നതായി പരാതി. ജില്ലാ കളക്ടർ N. ദേവിദാസിന്റെ പേരിൽ വാട്സപ്പിൽ സന്ദേശം അയച്ചാണ് പണം ആവശ്യപ്പെട്ടത്. അടിയന്തര മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഫോൺ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നും അടിയന്തരമായി പണം ട്രാൻസ്ഫർ ചെയ്ത് നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സന്ദേശം. വിവരമറിഞ്ഞ ജില്ലാ കളക്ടർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ വാഹനങ്ങളുടെ രേഖകളിന്മേൽ അമിത പലിശയ്ക്ക് പണം കൊടുത്തിരുന്നയാൾ പിടിയിൽ. താണിക്കുളം സ്വദേശി ജെയ്സൺ CA ആണ് വിയൂർ പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലൈസൻസോ മറ്റ് അധികാര പത്രങ്ങളോ ഇല്ലാതെയാണ് ഇയാൾ അമിത പലിശയ്ക്ക് പണം കടം കൊടുത്തത്. തൃശൂരിൽ ഭാരത് യൂത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല പ്രകൃതി പൈതൃക പഠനയാത്ര സംഘടിപ്പിച്ചു. കട്ടിൽമാടത്തിൽ നിന്നും ഡോക്ടർ പ്രേമചന്ദ്രൻ യാത്ര ഉദ്ഘാടനം ചെയ്തു. അക്കിത്തം മനയിൽ ലോകപ്രശസ്ത ചിത്രകാരനായ അക്കിത്തം നാരായണൻ നമ്പൂതിരിയുമായും വിദ്യാർത്ഥികൾ സംവദിച്ചു. എടയൂർ P. കമ്മുക്കുട്ടി മാസ്റ്റർ 1ാം അനുസ്മരണ സമ്മേളനം എടയൂർ SVALP സ്കൂളിൽ സംഘടിപ്പിച്ചു. KPA മജീദ് MLA ഉദ്ഘാടനം. ആലപ്പുഴ മാന്നാറിൽ 12ാമത് നായർ സമാജം സ്കൂൾസ് എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റിൽ മാന്നാർ NS സ്റ്റേഡിയത്തിൽ തുടക്കമായി. ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനർ KG വിശ്വനാഥൻ നായർ പതാക ഉയർത്തി. റിട്ടയർഡ് എയർ വൈസ് മാർഷൽ DK ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. UDF തൃശൂർ മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള അവഗണനയിലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. മുൻ MLA ശ്രീ PA മാധവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരത്തിനെത്തിയവർ ഉപേക്ഷിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടുന്ന മാലിന്യം പൊതു ഇടത്തിൽ തള്ളി. പൂവച്ചൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് മാലിന്യം തള്ളിയത്. ചാക്കിൽ കെട്ടി ഓഫീസിന് മുന്നിൽ തള്ളുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതിഷേധമുയർന്നു. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരി നഗരസഭയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സന്ദേശ റാലി സംഘടിപ്പിച്ചു.
നടക്കാം ആരോഗ്യത്തിലേക്ക് എന്ന പേരിലാണ് റാലി സംഘടിപ്പിച്ചത്. കുളമംഗലം ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച റാലി വൈക്കത്തൂരിൽ സമാപിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം മാധവനാട് ഗ്രാമപഞ്ചായത്തും ചുങ്കം റിയൽ റണ്ണേഴ്സും സംയുക്തമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ ആരോഗ്യ സംരക്ഷണ സന്ദേശം കൈമാറിയാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. മാധവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP സിനോബിയ പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ പേരിശ്ശേരി തൃപ്പേരൂർ കുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം. ഗുരുവായൂർ മണികണ്ഠ വാര്യരാണ് യജ്ഞാചാര്യൻ. ക്ഷേത്ര ചടങ്ങുകൾക്ക് നീലമന ഇല്ലം ഗോവിന്ദൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. സോമേശ്വരം ക്ഷേത്രത്തിലേക്ക് അവഭൃതസ്നാന ഘോഷയാത്രയും തുടർന്ന് ഉച്ചയ്ക്ക് 12 മുതൽ അന്നദാനവും നടക്കും. കാസർഗോഡ് അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് മധൂർ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിക്കെതിരെ വിദ്യാനഗർ പോലീസ് കേസെടുത്തു. ഏപ്രിൽ 5-ന് മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിന് സമീപത്താണ് വെടിക്കെട്ട് നടത്തിയത്. ഉത്സവം കാണാൻ വന്ന പൊതുജനങ്ങൾക്ക് അപകടം സംഭവിക്കാൻ ഇടയാക്കുന്ന വിധം അനുമതിയില്ലാതെ സ്ഫോടക ഇനത്തിൽപ്പെട്ട പടക്കങ്ങൾ ഉപയോഗിച്ച് വെടിക്കെട്ട് നടത്തിയതിനാണ് കേസ്. തൃപ്രയാർ P. ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഗായകനുള്ള പ്രഥമ അവാർഡ് മധു ബാലകൃഷ്ണന് സമ്മാനിക്കും. 1 ലക്ഷം രൂപയാണ് അവാർഡ് തുക. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, കല്ലറ ഗോപൻ, എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിൽ വെച്ച് ഏപ്രിൽ 16 വൈകിട്ട് 7 മണിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവാർഡ് സമ്മാനിക്കും. കേരള ലീഗൽ സർവീസസ് അതോറിറ്റി നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ നടത്തിപ്പിനായി പാരാലീഗൽ വോളണ്ടിയർമാരെ നിയമിക്കുന്നു. ക്ലാപ്പ്, VRC, വയോനന്മ, ഹാർമണി ഹബ്, ഗോത്രവർദ്ധൻ, അതിജീവനം എന്നീ പദ്ധതികളിൽ വോളണ്ടിയർമാരാവാൻ ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ബയോഡേറ്റയും പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും സഹിതം ഏപ്രിൽ 11-നകം അപേക്ഷകൾ സമർപ്പിക്കണം. കൊല്ലം ചടയമംഗലം സർക്കാർ ITIയിൽ സർവേയർ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. SLC അല്ലെങ്കിൽ തത്തുല്യം യോഗ്യതയും ബന്ധപ്പെട്ട ട്രേഡിൽ NTCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുമായി ഏപ്രിൽ 10-ന് രാവിലെ 11-ന് ITIയിൽ അഭിമുഖത്തിന് പങ്കെടുക്കും. ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനത്തിലേക്ക് നിയമനം നടത്തുന്നു. അഭിമുഖം ഏപ്രിൽ 9-ന് രാവിലെ 9:30-ന് എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കും. ജില്ലയിൽ പ്രവർത്തിക്കുന്ന HDFC ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്ക് 50-ലധികം ഒഴിവുകളിലാണ് നിയമനം. +2 ബിരുദം യോഗ്യതയുള്ള പ്രവൃത്തി പരിചയം ഉള്ളതും ഇല്ലാത്തതുമായ 23-നും 50-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കും. സംസ്ഥാന സാക്ഷരതാ മിഷന് കീഴിലെ 10ാം തരം ഹയർ സെക്കൻഡറി കോഴ്സുകളിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചു. കോഴ്സുകളുടെ രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. വൈകിട്ട് 3:30-ക്ക് കൊൽക്കത്തയിലാണ് മത്സരം. കളിച്ച 4 മത്സരങ്ങളിൽ 2 മത്സരങ്ങൾ ജയിച്ചപ്പോൾ 2 മത്സരങ്ങൾ കൊൽക്കത്ത പരാജയപ്പെട്ടു. 4 മത്സരങ്ങൾ കളിച്ച ലക്നൌവും 2 മത്സരം മാത്രമാണ് ജയിച്ചത്. ലക്നൗ നിരയിൽ നായകൻ ഋഷഭ് പന്തിന് ഫോം കണ്ടെത്താനാകാത്തതാണ് പ്രതിസന്ധി. ജയം തുടരുക ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നത്തെ 2ാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. രാത്രി 7:30-ക്ക് മൊഹാലിയിലാണ് മത്സരം. തുടർച്ചയായി 3 മത്സരം പരാജയപ്പെട്ട ചെന്നൈ വിജയവഴിയിൽ തിരിച്ചെത്തുക ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. സീസണിലെ 3ാം ജയം ലക്ഷ്യമിട്ടാണ് പഞ്ചാബ് ഇറങ്ങുന്നത്. നായകൻ ശ്രേയസ് അയ്യർ തന്നെയാണ് ടീമിന്റെ നെടും. ദിലീപിനെ നായകനാക്കി നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. മെയ് 9-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രം പൂർണ്ണമായും ഒരു കുടുംബ ചിത്രമാണെന്നാണ് അണിയറക്കാർ പറയുന്നത്. ഷാരിസ് മുഹമ്മദ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണ്. വിഷ്ണു നെല്ലായി സംവിധാനം ചെയ്യുന്ന ഏണി എന്ന ചിത്രത്തിന്റെ പൂജ കഴിഞ്ഞു. നടൻ ശങ്കർ ഭദ്രദീപം കൊളുത്തി. ലൈറ്റ് ഹൗസ് ഫിലിംസിന്റെ ബാനറിൽ സാം K. തങ്കച്ചനാണ് ചിത്രത്തിന്റെ നിർമ്മാണം.
ഹൊറർ കോമഡി ഫാമിലി പശ്ചാത്തലത്തിൽ സസ്പെൻസ് നിറഞ്ഞതാണ് കഥയുടെ പശ്ചാത്തലം. ചിത്രം സെപ്റ്റംബറിൽ റിലീസ് ചെയ്യും. ഗിന്നസ് ബക്രു നായകനാകുന്ന 916 കുഞ്ഞൂട്ടൻ എന്ന ചിത്രത്തിലെ ആദ്യ വീഡിയോ ഗാനം പുറത്തിറങ്ങി. അജീഷ് ദാസൻ എഴുതിയ വരികൾക്ക് ആനന്ദ് മധുസൂദനൻ സംഗീതം പകർന്ന് മധു ബാലകൃഷ്ണനും നാരായണി ഗോപനും ആലപിച്ച കണ്ണോട് കണ്ണോരം എന്ന ഗാനമാണ് പുറത്തിറങ്ങി. മോഹൻലാൽ ചിത്രം തുടരും റിലീസ് തീയതി പ്രഖ്യാപിച്ചു. മോഹൻലാൽ ശോഭന താരജോഡി വീണ്ടും ഒന്നിക്കുന്ന ചിത്രം ഏപ്രിൽ 25-ന് പുറത്തിറങ്ങുമെന്നാണ് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംവിധായകൻ തരുൺ മൂർത്തിയും മോഹൻലാലും ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പങ്കുവച്ചു. ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തുന്ന പുതിയ ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ ടീസർ പുറത്ത്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോളാണ് സിനിമ നിർമ്മിക്കുന്നത്. ചിത്രം മെയിൽ റിലീസിനെത്തുമെന്നാണ് സൂചന. രാംചരൺ നായകനായി എത്തുന്ന പുതിയ ചിത്രം പെഡിയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം 2026 മാർച്ച് 27-ന് തിയേറ്ററുകളിലെത്തും. ബുച്ചി ബാബു സന സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിൽ നടിയായി എത്തുന്നത് ബോളിവുഡ് നടി ജാൻവി കപൂറാണ്. മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.